ക്ഷേമ പെൻഷൻ അനധികൃതമായി കൈപ്പറ്റിയ സർക്കാർ ഉദ്യോഗസ്ഥർക്ക് ധനകാര്യ വകുപ്പോടെ നോട്ടീസ് കൊടുക്കുമെന്ന് ഞങ്ങളുടെ ബ്യൂറോ അറിയിക്കുന്നു. സാങ്കേതിക പിഴവ് മൂലമാണോ അതോ ബോധപൂർവം അപേക്ഷിച്ചതുകൊണ്ടാണോ പെൻഷൻ ലഭ്യമായെന്ന് പരിശോധിക്കും. മസ്റ്ററിംഗ് ഉൾപ്പെടെ കർശനമാക്കിയിട്ടും ക്ഷേമ പെൻഷൻ അനർഹരിൽ എത്തിയത് സർക്കാരിന് വലിയ നാണക്കേടായി. ഷെഫീദ് റാവുത്തർ ചേരുന്നു തിരുവനന്തപുരത്ത് നിന്ന്. ഷെഫീദ്, ഗുഡ് മോർണിംഗ്. യഥാർത്ഥത്തിൽ ഈ ക്ഷേമ പെൻഷൻ തട്ടിയെടുത്ത ആൾക്കാരുടെ പേരുകൾ പറയുന്നതിലൊക്കെ തന്നെ സർക്കാർ എന്താണ് ഒരു വൈമുഖ്യം കാണിക്കുന്നത്? ഒളിച്ചു വയ്ക്കാൻ എന്താ ഉള്ളത്? വെരി ഗുഡ് മോർണിംഗ്. അക്കാര്യം നമ്മൾ ഇന്നലെ സംസ്ഥാന സെക്രട്ടേറിയറ്റ് യോഗത്തിന് ശേഷം ധനമന്ത്രി KN ബാലഗോപാലിനോട് ചോദിച്ചിരുന്നു. അദ്ദേഹം പറഞ്ഞത് അക്കാര്യം അങ്ങനെ വെറുതെ അങ്ങ് പുറത്തു വിടാൻ കഴിയില്ല എന്നുള്ളതാണ്. പക്ഷേ അതിനുശേഷം വീണ്ടും നമ്മളൊരു അന്വേഷണം നടത്തിയപ്പോൾ നമുക്ക് മനസ്സിലാക്കാൻ കഴിഞ്ഞത് ഇത് എത്ര സംഭവങ്ങളും, അതായത് പൂർണ്ണമായും ഇത്ര സംഭവങ്ങളും തട്ടിപ്പാണെന്ന് നമുക്ക് പൂർണ്ണ അർത്ഥത്തിൽ പറയാൻ കഴിയില്ല. മറിച്ച് അതിൽ ചില സംശയങ്ങൾ അക്കാര്യത്തിലുണ്ട്. അതിൽ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം ഇതാണ്. സാധാരണഗതിയിൽ അതായത് ഇപ്പോൾ ഒരാളുടെ മാതാപിതാക്കൾക്ക് പെൻഷൻ ഉണ്ട്, പക്ഷേ അത് വരുന്നത് അദ്ദേഹത്തിൻ്റെ അക്കൗണ്ടിലേക്കാണ് എന്നടക്കമുള്ള ചില കാര്യങ്ങളുണ്ട്. അത് ഇക്കാര്യത്തിൽ സംഭവിച്ചിട്ടുണ്ടോ എന്നുള്ളത് പരിശോധിക്കും. പക്ഷേ നിലവിലിപ്പോൾ പുറത്തു വന്നിരിക്കുന്ന എല്ലാ കണക്കുകളിലും അതാണ് സംഭവിച്ചത് എന്നുള്ള കാര്യം നമുക്ക് ഉറപ്പിക്കാൻ കഴിയില്ല. അക്കാര്യത്തിൽ സ്ഥിരീകരിച്ച ശേഷം ഈ പട്ടിക അല്ലെങ്കിൽ പേരുവിവരങ്ങൾ പുറത്തു വിടാം എന്നുള്ളതാണ് സർക്കാരിൻ്റെയും ധനവകുപ്പിൻ്റെയും നിലപാട്. ഇനി മറ്റു ചില കാര്യങ്ങളിലേക്ക് കൂടി കടന്നു കഴിഞ്ഞാൽ ഈ വിഷയത്തിൽ സമഗ്ര അന്വേഷണം നടത്താനാണ് നിലവിലിപ്പോൾ ധനവകുപ്പിൻ്റെ പുതിയ നിർദ്ദേശം നൽകിയിട്ടുള്ളത്. തദ്ദേശ ഭരണ വകുപ്പിൻ്റെ സഹകരണത്തോടെയാണ് ഗുണഭോക്താക്കളുടെ പട്ടിക വിലയിരുത്തുക. വാർഡ് അടിസ്ഥാനത്തിൽ തന്നെ പരിശോധന നടത്തും. നിശ്ചിത സമയപരിധി വെച്ച അർഹതാ മാനദണ്ഡങ്ങൾ വിലയിരുത്താനും ആലോചന ഉണ്ട്. ധനകാര്യ വിഭാഗം കണ്ടെത്തിയ ക്രമക്കേടുകളിൽ പരിശോധന നടത്താൻ, അതായത് വിജിലൻസ് പരിശോധനയ്ക്കടക്കം ധനവകുപ്പ് ശുപാർശ നൽകിയിരുന്നു. ഇന്നലെ കോട്ടയ്ക്കൽ നഗരസഭയിൽ നമ്മൾ കണ്ടതാണ്. BMW ഉള്ളവർക്കും എയർ കണ്ടീഷൻ സൗകര്യമുള്ളവർക്കും അതേപോലെ തന്നെ ഈ മറ്റ് പെൻഷൻ ആനുകൂല്യം വാങ്ങുന്നവരൊക്കെ ക്ഷേമ പെൻഷൻ പട്ടികയിൽ ഇടം പിടിച്ചത് നമ്മൾ കണ്ടതാണ്. സംസ്ഥാനത്തെ മറ്റ് സ്ഥലങ്ങളിൽ നടന്ന ക്രമക്കേടുകളിൽ കൂടി വിജിലൻസ് അന്വേഷണത്തിന് ശുപാർശ നൽകാനുള്ള നടപടികൾ ഇന്ന് ധനവകുപ്പ് കൈക്കൊള്ളും എന്നുള്ള വിവരം നമുക്ക് ലഭിക്കുന്നുണ്ട്. ഇന്നലെ CPM സംസ്ഥാന സെക്രട്ടറിയും ഇക്കാര്യത്തിൽ അവരുടെ നിലപാട് വ്യക്തമാക്കി കഴിഞ്ഞു. അതായത് ഇങ്ങനെയുള്ള സംഭവങ്ങൾ അപമാനകരം എന്നുള്ളതായിരുന്നു MV ഗോവിന്ദന്റെ ഇക്കാര്യത്തിലെ പ്രതികരണം. അപ്പോൾ സർക്കാർ ഇക്കാര്യത്തെ ഗൗരവമായി വിലയിരുത്തുന്നു. സംസ്ഥാന സർക്കാരിനെ സംബന്ധിച്ച് അവരുടെ അഭിമാനകരമായ പദ്ധതിയിലാണ് ഇപ്പോൾ ഇത്ര വലിയ ഒരു സംഭവം, ഇത്ര വലിയൊരു ക്രമക്കേട് നടന്നിട്ടുള്ളത്. ആ വീഴ്ച വരുത്തിയ ഉദ്യോഗസ്ഥർക്കെതിരെ കർശന നടപടിയെടുക്കാനുള്ള നീക്കം ഇതിനോടകം തന്നെ തുടങ്ങിയിട്ടുമുണ്ട്. ഷെഫീദ് റാവുത്തറാണ് വിവരങ്ങൾ നൽകിയത്. എന്തായാലും ഇവരുടെ പേരുവിവരങ്ങൾ പുറത്തുവിടാൻ സർക്കാർ അമാന്തിക്കാൻ പാടില്ല. കാരണം ആളുകൾക്ക് ഞെട്ടലുണ്ടാക്കിയ ഒരു വാർത്ത തന്നെയായിരുന്നു. ഈ വാർത്ത 24 ആണ് ആദ്യം പുറത്തുവിട്ടത്.